എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2023 LDS നിലവാരത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ 18ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. LDS നിലവാരം. LGS നിലവാരം 16 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. എന്നിട്ടാണ് നമ്മൾ 17ഉം 18ഉം എന്ത് ചെയ്തിരിക്കുന്നത്? LDC നിലവാരത്തിലെ 2023 നടന്നിട്ടുള്ള എക്സാമുകളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് 2022 എടുക്കാം, പിന്നീട് 2021 എടുക്കാം കേട്ടോ. നമുക്കിന്ന് 2023 LDC നിലവാരത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. പിന്നെ നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ട് ഓരോരോ ടോപ്പിക്ക് ആഴത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു പോകുന്നുണ്ട്. അതായത് സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതും +1 +2 SCRT എല്ലാം ആഡ് ചെയ്തിട്ട് അതുപോലെ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് വന്നത് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും പോകുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെയിലി പഠനത്തിൻ്റെ ഒരു ഭാഗമാക്കണം. എങ്ങനെയാണ് നമ്മൾ പറയുന്ന പോലെ 3 നേരം നമുക്ക് ആഹാരം വേണം അല്ലേ? ആ ആഹാരത്തിൽ എന്താണ് 3 നേരം ആഹാരം വേണ്ടേ? അതേപോലെ പഠനത്തിൽ ഒരു നേരം എന്തായിരിക്കണം, ഒരു സമയം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം കേട്ടോ എന്ന രീതിയിലായിരിക്കണം. എന്നാലേ നമുക്ക് നെഗറ്റീവ് കുറച്ചിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ജനുവരി മാസമായി. പിന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഫുൾ എന്താണ് ഒരേ തള്ളലാണ്. കണ്ടിട്ടുണ്ടാവില്ലേ മാധ്യമങ്ങളിലൊക്കെ. എന്താണ് അപേക്ഷകർ കുറഞ്ഞു. അതായത് ഇതുവരെ ഈ അപേക്ഷകർ കുറഞ്ഞ വ്യക്തികൾ ആരാന്ന് ചോദിച്ചാൽ, ഇതുവരെ PSC പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വരും, പോയി അയക്കും. എക്സാമിന്റെ ഡേറ്റ് ആകുമ്പോൾ എനിക്ക് ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്, ഞാനും പോയി എക്സാം എഴുതട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ വ്യക്തികളോ അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഗവൺമെന്റ് ജോലി വേണ്ട എന്നുള്ള ഒരു ആഗ്രഹമോ ഇല്ലാത്തവരല്ല. മനസ്സിലായോ? അതായത് അപേക്ഷ അയക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ അവസാന ഡേറ്റ് ആകുമ്പോഴേക്കും പോയി അപേക്ഷിക്കും. എക്സാമിന് എന്നാണോ ഹാൾ ടിക്കറ്റ് വരുന്നത് അന്ന് പോയിട്ട് എക്സാം എഴുതും. അതാണ് ആ ടീമുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ഒഴിവായിരിക്കുന്നത്. അതുകൊണ്ട് അത് കണ്ട് സന്തോഷിച്ചിട്ട് പഠനം ബാക്കിലോട്ടായാൽ അവരുടെ കൂടെ അവരിൽ ഒരാളായിട്ട് നമ്മൾ നാളെ മാറേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പൊയ്കയിൽ ഇവിടെ ആരാ ചോദിച്ചിരിക്കുന്നത്? ശ്രീകുമാര ഗുരുദേവനുമായിട്ട് ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം. യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഇത് നമ്മൾക്ക് ഏതിലാണ് വരുന്നത്? കേരളത്തിൽ അല്ലേ, കേരള ഹിസ്റ്ററിയിൽ വരുന്നതാണ്, കേരള നവോത്ഥാനത്തിൽ വരുന്നതാണ്. കുമാര ഗുരുദേവനുമായിട്ട് യോജിക്കാത്ത പ്രസ്താവനയാണ്. നോക്കിക്കേ, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനനം. ഇവിടെ ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. 3 മാത്രമാണ് യോജിക്കാത്ത പ്രസ്താവന. നോക്കുക, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനനം. അത് നമുക്ക് അറിയാം അല്ലെ. ഇരവിപേരൂരിലാണ് കുമാര ഗുരുദേവൻ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ യോജിക്കാത്ത പ്രസ്താവനയിലെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 വരുന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്ത് വിടണം. 1 വരുന്ന ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണം. എയും ഡിയും ഡിലീറ്റ് ചെയ്തു. ഇനി ബാക്കി ഏതാണ്? ബിയും സിയും മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചു. അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവർ എന്ത് ചെയ്തിട്ടില്ല? 2 എന്നുള്ള ഓപ്ഷൻ അവിടെ ഇട്ടിട്ടില്ല അല്ലെ. യോഗക്ഷേമി സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. അപ്പൊ കുമാര ഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ഏതൊക്കെ വർഷമാണ്? 1921 1931 ഇവിടെ ആൻസർ ഏതാണ്? 3 മാത്രം കേട്ടോ. യോഗക്ഷേമ സഭയായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായിട്ടുള്ള ജോഡികളാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. മൂഷക വംശം നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. അതുലൻ എന്ന് പഠിക്കാറുണ്ട് അല്ലേ. അപ്പൊ 1 എന്തായാലും ഓപ്ഷൻ ആയിട്ട് നമുക്ക് ആൻസർ ആയിട്ട് വരണം അല്ലേ. അപ്പോൾ ഇവിടെ ഇതിലൊന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഡിലീറ്റ് ചെയ്തു. ഇതിലൊന്നുണ്ടോ? ഇല്ല, ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എയും ഡിയും മാത്രമേ നമുക്ക് നോക്കണ്ടുള്ളൂ. ഇനി കേരള സിംഹം ആരാണ്? കേരള സിംഹം നോക്കി ഫസ്റ്റ് രണ്ടാമത്തെ വരാം കേട്ടോ. തുഹ്ഫത്തുൽ മുജാഹിദീൻ മക്തി തങ്ങളാണോ? അല്ല അല്ലെ. 2 ഓപ്ഷൻ എന്താണ്? നമുക്ക് വരാൻ പാടില്ല അല്ലെ. 2 ഓപ്ഷൻ നമുക്ക് വരാൻ പാടില്ല എന്നുള്ളത് മനസ്സിലായി. തുഹ്ഫത്തുൽ മുജാഹിദീൻ മക്തി തങ്ങളല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഓപ്ഷൻ ബാക്കിയുണ്ട്? എയും ഉണ്ട്, ഡിയും ഉണ്ട്. അതിൽ 2 ഓപ്ഷൻ വന്നു. 2 എന്താണ്? തെറ്റില്ലേ? കഴിയും. ഇനി നമുക്ക് കേരളപ്പഴമയോ കേരള സിംഹമൊന്നും വായിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? 1 3 ആണ്. മൂഷക വംശകാവ്യം, അതുലനം, കേരളപ്പഴമ, ഹെർമൻ ഗുണ്ടർട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന, അതായത് INC ബന്ധപ്പെട്ടിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് 3ാമത്തെ ഡി ആണ് കേട്ടോ. 1ഉം 4ഉം ആണ് യോജിക്കാത്ത പ്രസ്താവന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. ആണോ? അല്ല, സെക്രട്ടറി അല്ല അല്ലെ. സെക്രട്ടറി ആരായിരുന്നു? AO ഹ്യൂം ആയിരുന്നു. അപ്പോൾ WC ബാനർജി എന്ന് പറയുന്നത് ആദ്യത്തെ പ്രസിഡന്റ് ആണ്. ഇത് അറിയാവുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം? യോജിക്കാത്ത പ്രസ്താവന. അപ്പോൾ 1 വരുന്ന ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്ത് വിടണം. ഓക്കെ. 1 യോജിക്കാത്ത എന്താ പറയുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്?
മൂന്നാമത്തെ ആൻസർ ഏതാ പറഞ്ഞ ഡി ആണ് അല്ലേ? നോക്കിക്കേ. അടുത്തത് INCന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. INC രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു. ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഡി ആണ്, 1ഉം 4ഉം. 1 തെറ്റാണ് അല്ലേ? 1 തെറ്റാണ്. പിന്നെയോ 4 രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു. മനസ്സിലായല്ലോ? ഇനി ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. 4 ആൻസർ സി ആണ്. 1ഉം 2ഉം 4ഉം ശരിയായിട്ടുള്ളതാണ്. അറിയാത്തവർ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. സംസ്ഥാന പുനഃസംഘടന എന്ന് ഹെഡിങ് കൊടുക്കുക. 1ഉം ഇവിടെ ഏതൊക്കെ ആൻസർ വരും? 1ഉം 2ഉം 4ഉം. 1, 2, 4 ഇത് എഴുതി വെക്കണം അറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോ. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. ഒക്ടോബർ 1 ശ്രദ്ധിക്കണം കേട്ടോ. ഒക്ടോബർ 1 1953 നമുക്കറിയാം. ഇവിടെ മാസം വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. പിന്നെ 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. മനസ്സിലായല്ലോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 6 ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? UN-ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 6ാമത്തെ ആൻസർ എ ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP27 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. 2022 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP27 2023 എവിടെയാണ്? ദുബായിലല്ലേ? ദുബായിലാണ് കേട്ടോ. 2023 COP28 ദുബായിലാണ്, ഈജിപ്തിലാണ് നടന്നത്. പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസ് ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇദ്ദേഹം ആരാണ്? ഒരു പോർച്ചുഗീസുകാരനാണ്. പിന്നെ 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ 7ാമത്തത് എ ആണ് ആൻസർ. 1ഉം 4ഉമാണ് ശരി ആയിട്ടുള്ള പ്രസ്താവനകൾ. ശരിയായിട്ടുള്ളത് മാത്രം വായിച്ചു പഠിക്കുക കേട്ടോ. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. നോക്കിക്കേ, സിയാലും സിമയും നമുക്കറിയാം. ഭൂവൽക്കത്തിലെ ഒരു ഭാഗമാണ് ഏത്? സിയാലും സിമ. ഇത് അറിയാമെങ്കിൽ ഇവിടെ ശരിയായ പ്രസ്താവനയിലെ 1 എന്നുള്ള ആൻസർ ശരിയാണ് അല്ലേ? അപ്പൊ ഓപ്ഷനിൽ ഏതുണ്ടാവണം? 1 എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ തന്നെ നമുക്കറിയാം ഇതിൽ ഒന്നുണ്ടോ? ഇല്ല. തെറ്റ്. ഇതിലൊന്നുണ്ടോ? ഇല്ല. ഇതിലൊന്നുണ്ടോ? ഇല്ല. നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ എത്തണം. പിന്നെ ഇവിടെ 2, 3, 4 ഒന്നും ഇവിടെ വായിച്ചു നിൽക്കേണ്ട കാലതാമസമില്ല. നമുക്ക് എന്താണ് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനും കഴിയും. പിന്നെ 4 ഏതാണ്? മാൻഡിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? 8 ബി ആണ് കേട്ടോ. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള ജോഡി. ട്രോപ്പോസ്ഫിയർ, അതിലാണ് കാലാവസ്ഥ പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നത്. പിന്നെ 2 അയണോസ്ഫിയർ, റേഡിയോ തരംഗങ്ങൾ. അയണോസ്ഫിയറിൽ ഏതാണ്? ഏത് തരംഗമാണ്? റേഡിയോ തരംഗങ്ങളാണ്. ഓസോൺ പാളിയൊക്കെ ഇതിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ? ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പൊ 1ഉം 2ഉമാണ് ഇവിടെ ശരി. ഇനി ശരിയായ ജോഡി കണ്ടെത്തുക. 9ാമത്തെ ആൻസർ ബി ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഹിമാലയം എന്ന് പറയുന്നത് ഒരു മടക്കു പർവ്വതമാണ്. ശരിയായിട്ടുള്ള ജോഡി ഹിമാലയം മടക്കു പർവ്വതമാണ്. ശരിയല്ലേ? ഹിമാലയം ഒരു മടക്കു പർവ്വതമാണ്, പ്രായം കുറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? ഇത് ഹിമാലയം മടക്കു പർവ്വതമാണ് എന്നറിയാവുന്ന ഒരു വ്യക്തിക്ക് 1ാമത്തെ ഓപ്ഷൻ ശരിയാണ് അല്ലേ? അപ്പൊ 3ഉം 4ഉം ഇവിടെ ഒന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഒന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇനി എയും ബിയും മാത്രം നമുക്ക് ആൻസറിലേക്ക് എത്തിയാൽ മതി. വിന്ധ്യ സത്പുര അവശിഷ്ട പർവ്വതം, ആരവല്ലി ഗണ്ഡപർവ്വതം, ബാരൻ ദ്വീപുകൾ. നമുക്കറിയാം ഏക അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ്. അപ്പൊ 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 10ാമത്തെ സി ആണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്നത് പെരിയാർ നദിയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു.
കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. മനസ്സിലായല്ലോ? ഇതറിയാം. നോക്കിയേ, ഇവിടെ ശരിയായ പ്രസ്താവനയിൽ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യുക? 4 ഓപ്ഷനും വായിച്ച് 4 ഓപ്ഷൻ വായിച്ചിരുന്ന് 4 ഓപ്ഷനും 4 സ്റ്റേറ്റ്മെന്റും ഒക്കെ വായിച്ച് നിന്നിട്ടാണ് ഒരു ആൻസർ എത്തുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എവിടെ എത്തില്ല. നോക്കിയേ, അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയാണ് എന്നറിയാമെങ്കിൽ നമുക്കറിയണം ഒന്നാമത്തെ ആൻസർ ശരിയാണ്. ഇവിടെ ചോദ്യവും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ആൻസറിൽ എന്ത് വേണം? 1 വരണം അല്ലേ? ബിയിൽ 1 ഉണ്ടോ? ഇല്ല. എയിൽ 1 ഉണ്ടോ? ഇല്ല. ഇനി ഇവിടെ 1 ഉള്ളത് 1 ഇതാ ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി നോക്കിക്കേ, ഇനിയിപ്പോ ചാലക്കുടി പുഴ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞില്ല എന്ന് വെക്കാം. പമ്പ നദി അഷ്ടമുടിക്കായലിൽ പതിക്കുന്നു. നോക്കിയേ, പമ്പ നദി അഷ്ടമുടിക്കായലിൽ പതിക്കുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ ഇതാണ് 1ഉം 4ഉം. കണ്ടോ? 1ഉം 4 വരണ്ടേ? അപ്പൊ ഈ 2 എണ്ണം നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും കബനി നദി കാവേരി നദി ചേരുന്നു എന്നുള്ളതും അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്ന പെരിയാർ നദിയാണ് എന്നുള്ളത് അറിയാമെങ്കിൽ 1ഉം ഓപ്ഷൻ വന്നു, 4ഉം ഓപ്ഷൻ വരാം. വേറെ ഈ 1 ഇതിൽ 4 ഓപ്ഷൻ വന്നിട്ടുണ്ടോ? 4 ഇല്ല അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സി ആണ് ആൻസർ. ഇനി ശരിയായ ജോഡി കണ്ടെത്തുക. 11ാമത്തെ ആൻസർ ബി ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ജോഡി. 2ഉം 3ഉം. മേട്ടൂർ ഡാം എവിടെയാണ്? കാവേരിയിലാണ്. തെഹരി ഡാം ഭഗീരഥി നദിയിലാണ്. നെക്സ്റ്റ് ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12ാമത്തെ ആൻസർ സി ആണ് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇപ്പൊ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം, കണ്ണാറ, അതൊക്കെ നമുക്കറിയാം. ഇതിലെങ്ങനെ എളുപ്പത്തിൽ എത്താൻ കഴിയും? കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണെന്നുള്ളത് അറിയാം. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂരാണ്. അപ്പൊ ആൻസറിൽ എന്തായാലും ഏത് വേണം? 2 എന്നുള്ള ഓപ്ഷൻ വരണം. ഇവിടെ 2 എന്നുള്ളത് ഉണ്ട് അല്ലേ? 2 എന്നുള്ളത് ഉണ്ട്. ഇവിടെയും 2 ഉണ്ട്. ഇവിടെയോ? ഇവിടെയും 2 ഉണ്ട്. പക്ഷെ ഇവിടെ എന്ത് ഇല്ല. അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻ വെട്ടിമാറ്റി. ഇനി വേഗം എയും സിയും ബിയും എടുക്കുന്നു. ഇനി ഏറ്റവും അറിയാവുന്ന ഏതാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് അല്ലേ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. അപ്പൊ 1 എന്താണ്? 2ാമത്തെ ഓപ്ഷനും ഉണ്ടാകണം. പിന്നെ ഏതാണ്? 3 എന്നുള്ളതും ഉണ്ടാകണം. ഓക്കെ, 2ഉം 3ഉം ഉണ്ടാകണം. മനസ്സിലായല്ലോ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. പക്ഷെ ഇവിടെ എന്താ ആൻസർ വന്നിരിക്കുന്നത്? ശ്രീകാര്യാണ്. തെറ്റല്ലേ ആൻസർ? അപ്പൊ 3 എന്നുള്ളത് എന്ത് വരാൻ പാടില്ല? ആൻസറിൽ വരാൻ പാടില്ല. നോക്കിക്കേ, നമ്മൾ ടിക്ക് ചെയ്തതിൽ 3 വന്നില്ലേ? അപ്പൊ ഇത് ഒഴിവാക്കി. ഇതിൽ 3 വന്നില്ലേ? ഇത് ഒഴിവാക്കി. ഇതിൽ 3 ഉണ്ടോ? ഇല്ല. അപ്പൊ ആൻസർ സി ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്യും. 14ാമത്തെ ആൻസർ നോക്കിക്കേ, 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണമൊക്കെ വരുന്നത് 1991 നരസിംഹറാവുവിന്റെ കാലത്താണ് അല്ലേ? സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 14ാമത്തെ ആൻസർ ഡി ആണ്. പ്രസ്താവന 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പൊ ഈ 3 ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചു വെക്കണം, എഴുതി വെക്കണം, റിവിഷൻ ചെയ്യണം. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെന്താണ്? ആൻസർ ആയിട്ട് കഴിയും. അപ്പൊ നിങ്ങൾ ഇതിലിപ്പോ ഒരു 70 GK ആണ് പഠിക്കുന്നത്. 70 GK നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോയിട്ട് ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മുഴുവൻ പഠിക്കണ്ട. ഒരു 4-5 പോയിന്റെങ്കിലും ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു പോയാൽ ഇവിടെ 70 ടോപ്പിക്കാണ് ഇവിടെ കംപ്ലീറ്റ് ആകുക. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് എന്താണ് ഇവിടെയും ഞാൻ പറയുന്നില്ല. അപ്പൊ ഓരോരുത്തരൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എവിടെ എത്താത്തത്. ഇനി 1, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. പുത്തൻ സാമ്പത്തിക പരിഷ്കരണത്തിലൂടെയാണ് പറയുന്നത് കേട്ടോ. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. പിന്നെ ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. ഇത് 3 പുത്തൻ സാമ്പത്തിക നയവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDP-യിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി ആയത് ഏതാണ്? 3 മേഖലയുണ്ടല്ലോ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. എത്രത്തോളമാണ് സംഭാവന നൽകുന്നത് എന്നാണ് GDP-യിലേക്ക് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ്. പ്രസ്താവന 1ഉം 2ഉം 3ഉം എല്ലാം ശരിയാണ്. തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ എന്താണ്? തൃതീയ മേഖലയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഏറ്റവും കൂടുതൽ ശതമാനം ഏതാണ് വരുന്നത്? 50% അല്ലേ? 50% കൂടുതൽ സംഭാവന നൽകുന്നു. ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. കാരണം എന്താണ്? പ്രാഥമിക മേഖലയാണ് ഏത് മേഖല എന്ന് അറിയപ്പെടുന്നത്? കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ സംഭാവന നമ്മുടെ രാജ്യത്ത് നിന്ന് കുറവാണ്. ഇനി
പാലുൽപാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 16ാമത്തെ ആൻസർ എ ആണ്. പ്രസ്താവന 1 ശരിയാണ്, 2 ശരിയല്ല. 1 ശരിയാണ്. എന്താണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. അത് ശരിയാണ്. 2 ശരിയല്ല എന്നാ പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. അല്ല ഉത്തർപ്രദേശ് തോന്നുന്നു അല്ലേ? ഉത്തർപ്രദേശ് തോന്നുന്നു കേട്ടോ. അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇനി ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. മയൂർഗഞ്ച്, കോലാറ്, റാണിഗഞ്ച്, മലഞ്ച്ഗണ്ട് ഇങ്ങനെ ഓരോരോ തന്നിട്ടുണ്ട്. കോലാറ് നമുക്കറിയാം സ്വർണ്ണഖനിയാണ് അല്ലെ? കോലാറ് സ്വർണ്ണഖനിയാണ്. 2 ഏതാണ്? സി വരണം. 2-ൽ സി ഓപ്ഷൻ നോക്കിക്കേ. ഏതാണ്? അതിൽ ഇത് വന്നിട്ടുണ്ടല്ലോ. 2 സി 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കാരണം അവർക്ക് അറിയാം കോലാറ് സ്വർണ്ണഖനിയാണുള്ളത്. PSC പഠിക്കുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഒരു 3-ൽ എന്ത് തന്നിരിക്കുന്നത്? സി തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ പറ്റി അല്ലെ? ബി മാറ്റി. ഇനി മയൂർഗഞ്ച്. മയൂർഗഞ്ച് എന്താണ്? 17ാമത്തത് സി ആണ് കേട്ടോ ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ. മയൂർഗഞ്ച് ഏത് വരും? 1 ഏതാണ് വരുന്നത്? ഡി ആണ് വരുന്നത്. മയൂർഗഞ്ച് ഇരുമ്പ് ഖനിയാണ് കേട്ടോ. 1 ഡി ആണ് കേട്ടോ. 1 മയൂർഗഞ്ച് ഇരുമ്പ് ഖനിക്കും, കോലാറ് സ്വർണ്ണഖനിക്കും, റാണിഗഞ്ച് 3ാമത്തെ ഏത് വരും? എ വരും. റാണിഗഞ്ച് കൽക്കരിക്കും, മലഞ്ച്ഗണ്ട് ചെമ്പ് ഖനിക്കും. ചെയ്തു വെക്കണം, എഴുതി വെക്കണം, പഠിക്കണം. എഴുതി വെച്ചാൽ പോരാട്ടോ, പഠിക്കണം. കോലാറ് സ്വർണ്ണഖനിക്കും, മയൂർഗഞ്ച് ഇരുമ്പ് ഖനിക്കും, റാണിഗഞ്ച് കൽക്കരിക്കും, പിന്നെ മലഞ്ച്ഗണ്ട് ചെമ്പ് ഖനിക്കുമാണ് പ്രസിദ്ധം. സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ആറാട്ടാണ് അല്ലെ? നന്ദഗോപൻ, നമ്മളെ സിനിമയിൽ നന്ദഗോപന്റെ ആറാട്ട് എന്ന് പറഞ്ഞ പോലെ ഇതിൽ എന്താണ്? സ്റ്റേറ്റ്മെന്റിന്റെ മൊത്തം അല്ലെ ഒരു കളിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ എലിമിനേഷൻ മെത്തേഡിലൂടെ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ പോയിട്ട് പെട്ടെന്ന് ആൻസർ എത്തിയാലാണ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ 60-70 GK-യോളം ചെയ്ത് വരുമ്പോഴേക്കാണ് സമയമാകും. കാരണം എന്തായാലും അടുത്ത എക്സാമുകൾക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ നല്ലോണം ഉണ്ടാകും. അത് പ്രതീക്ഷിച്ചിട്ട് മാത്രം നല്ല രീതിയിൽ പഠിക്കുക. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളിൽ ശരി ആയത് കണ്ടെത്തിയിട്ട് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 18ാമത്തെ ആൻസർ ഡി ആണ്. പ്രസ്താവന 1, 2, 3 ശരിയാണ്. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളുടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. അടുത്തത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ ഏതാണ്? 19ാമത്തെ ബി. ഇത് ശരിയല്ല. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടന അതല്ല അല്ലെ? ഇതൊന്നും ഭരണഘടനാ സ്ഥാപനമല്ല. പിന്നെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എന്താണ്? 1950 മാർച്ച് 15-ന് നിലവിൽ വന്നു. ശരിയാണ്. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി അല്ലെ? എന്നിട്ടാണ് ഏത് വരുന്നത്? പഞ്ചവത്സര പദ്ധതികൾ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. 2014-ൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. അങ്ങനെ 2015 ജനുവരി മാസം 1-ാം തീയതി എന്ത് ചെയ്യാണ്? നീതി ആയോഗ് നിലവിൽ വരികയാണ്. ഓക്കെ. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാകും. കാരണം സ്റ്റേറ്റ്മെന്റ് അല്ലേ? എല്ലാം ചെയ്തു വരുമ്പോഴേക്കും സമയമാകുകയെ. 20ാമത്തെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ആയത് കണ്ടെത്തുക. 20ാമത്തെ ആൻസർ ബി ആണ്. 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. 4 തെറ്റാണ് കേട്ടോ. ഇത് തെറ്റാണ്. ഇവിടെ 1, 2, 3 ശരിയാണ്. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. 1, 2, 3 ശരിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ സച്ചിദാനന്ദൻ. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. 22ാമത്തെ ഡി ആണ്. 74-ാം ഭേദഗതി. നഗരപാലിക സംവിധാനം, പഞ്ചായത്ത് സംവിധാനം ഏതാണ്? 73ാമത്തേതിൽ 73 പഞ്ചായത്തും 74 നഗരപാലിക സംവിധാനം. സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ്? സംസ്ഥാനത്തെ വിജിലൻസ് കമ്മീഷനാണ്. നമുക്ക് ലോകായുക്ത എന്ന് പറയില്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. സംസ്ഥാനത്തിലെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ചിട്ടാണ് ഇത് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അടുത്തിടെ നിയമിതനായ ജഡ്ജി ആരാണ്?
DY ചന്ദ്രചൂഡ്. സേവന അവകാശം, ഈ DYയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി ചോദിച്ചിട്ടുണ്ട്. സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ആയത് തിരഞ്ഞെടുക്കുക. 25ാമത്തെ A ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇത് 3 നോട്ട് ചെയ്ത് വെക്കണം പോയിന്റ് കേട്ടോ. റിപ്പീറ്റേഷൻ വരും, ഉറപ്പാണ്. ഓക്കെ. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. ഇനി അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴയടയ്ക്കണം. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. 3 എന്താണ്? ശരിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏതാണ്? വോട്ടവകാശം പറയുന്നുണ്ടോ? ഇല്ല അല്ലെ. ഏതൊക്കെയാണ് പറയുന്നത്? സമത്വവും ജനാധിപത്യവും സാഹോദര്യവും ഒക്കെ ആമുഖത്തിൽ പറയുന്നുണ്ട്, വോട്ടവകാശം പറയുന്നില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സീല, തിരുവനന്തപുരത്താണ് കേട്ടോ. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? മൗലിക കടമകൾ ഉൾക്കൊള്ളുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 51A കേരളത്തിലെ സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അടുത്തത്, നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ്. ശരിയാണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. ശരിയാണ്. സുപ്രീം കോടതിയെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരിയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? സ്വത്തവകാശം മൗലികാവകാശമാണ്. അല്ല, അതൊരു നിയമ അവകാശമാണ്. 2015 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് ലൈഫ് മിഷൻ പദ്ധതി. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 33C ആണ്. ഇവിടെ ഏതാണ്? പൗരത്വത്തിന് ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്തതാണ്. 18 വയസ്സ് പൂർത്തീകരിക്കണം ആയാലാണോ ഇന്ത്യൻ പൗരത്വം കിട്ടുക? അതുവരെ നമ്മൾ ഏത് രാജ്യത്ത് കൊണ്ടാ ജീവിക്കുക? ഇല്ല അല്ലെ. ജനിച്ച ഉടനെ തന്നെ നമുക്ക് എന്താണ് കിട്ടില്ലേ? 1950 ജനുവരി 26 ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തിയായിരിക്കണം. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. 5 വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം. ഇതൊക്കെ എന്താണ്? പൗരത്വം ലഭിക്കേണ്ടതിനാണ്. 18 വയസ്സ് പൂർത്തീകരിക്കണമെന്നൊന്നും ഇല്ല. പക്ഷികളുടെ സംരക്ഷണത്തിനായിട്ട് നീക്കി വെച്ചിരിക്കുന്ന പ്രദേശം ഏതാണ്? 34B ആണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നല്ലേ നമ്മൾ പറയാ. മുത്തങ്ങ വന്യജീവി സങ്കേതം, ഇരവികുളം ദേശീയ ഉദ്യാനം, സൈലന്റ് വാലി ദേശീയോദ്യാനം അങ്ങനെ പറയും. തട്ടേക്കാട് നമ്മൾ എന്ത് പറയും? പക്ഷി സങ്കേതം എന്ന് പറയില്ലേ. മനുഷ്യ ശരീരത്തിൽ തരുണ അസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഡി. ഏതാണ് ആൻസർ? 1, 2, 3, 4 ചെവിക്കുടിയിലും കശേരുകൾക്കിടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. തരുണാസ്ഥികൾ കാണപ്പെടുന്ന സ്ഥലങ്ങളാണ്. ചെവിക്കുടിയിലും കശേരുകൾക്കിടയിലും 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്തും നേസൽ സെപ്റ്റത്തിലും ഒക്കെ എന്താണ്? തരുണാസ്ഥികൾ കാണപ്പെടുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യം ഇല്ലാത്ത, വേഗം പോകും നമ്മൾ ഇല്ലേ, കാൽസ്യത്തിക്കൊക്കെ നമ്മൾ വേഗം പോകും. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏതാണ്? ഇരുമ്പാണ് കേട്ടോ. 36ാമത്തെ A. ഇരുമ്പൊന്നും ആവശ്യമില്ല. കാൽസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം ഒക്കെ എന്താണ്? ആവശ്യമുണ്ട്. COVID-19 കാരണമായ, കോവിഡ് എന്താണ്? ഒരു വൈറസ് ആണ്. ജന്തുകോശങ്ങളിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ്? 38A ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ജന്തുകോശങ്ങളിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ 39C ആണ്. 1 മാത്രം. കോഴിക്കോടാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഫോക്കസ് F ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എത്ര വരും? ആൻസർ എത്ര വരും? 43ാമത്തെ D ആണ് കേട്ടോ. 20 സെന്റിമീറ്റർ. F എന്താണ്? 40/2 വരും അല്ലേ? 20.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 44 എ ആണ് ആൻസർ വരുന്നത്. 1 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ബാക്കി ഇത് 2ഉം 3ഉം 4ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ ആ 2, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ഫലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടായ ഭാരക്കുറവ് അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിന്റെയും ശുദ്ധജലത്തിന്റെയും സാന്ദ്രതാ വ്യത്യാസം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഏതാണ് പ്രസ്താവന? 1 മാത്രം തെറ്റാണ് കേട്ടോ. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായിട്ട് LNGയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. 45 C 1, 2, 3 എന്താണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഇത് തെറ്റാണ് കേട്ടോ. അപ്പൊ 1, 2, 3 വ്യക്തമായിട്ട് പഠിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ബ്രൗൺ എനർജി ഏതാണ്? 46 ബി ആണ് ബ്രൗൺ എനർജി. കേരളത്തിൽ പ്രളയം ഉണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച ഏത് വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ്? ബ്ലീച്ചിങ് പൗഡർ ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? 47 ഡി ആണ് അല്ലെ, ക്ലോറിൻ. താഴെ തന്നിരിക്കുന്നവ ലായനിയെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ. ഇവിടെ തന്നിരിക്കുന്നത് ലായനിയെ കുറിച്ചിട്ടാണ്. അതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. 48 ആൻസർ എ ആണ്. 1, 3 ശരിയാണ്. 1, 3 ശരിയാണ്. 1, 3 തെറ്റുള്ളത് വായിക്കരുത് കേട്ടോ. ലീനത്തിന്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ലീനത്തിന്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്, ശരിയാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ഓക്കെ, ശരിയാണ്. അപ്പൊ ഈ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഒക്കെ എന്തായിരിക്കും? അതായിരിക്കില്ല, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? അതും കൂടി എഴുതി വെക്കുക. ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവനകൾ എത്ര? എല്ലാം സ്റ്റേറ്റ്മെന്റ് അല്ലേ ക്വസ്റ്റ്യൻസ്. 49 ആൻസർ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. ആറ്റം മാതൃകയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് 4 എന്താണ്? ശരിയായിട്ടുള്ളതാണ്. റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദർശനം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്തുപോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. 1, 2, 3, 4 ശരിയാണ്. 2022 രസതന്ത്രത്തിനുള്ള നോബൽ ഏതാണ്? കെമിസ്ട്രിയിലാണ് അല്ലെ. നോബൽ സമ്മാനം കരോലിൻ ആർ ബർട്ടോസി, മോർട്ടൻ മെൽട്ടൺ, ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു. എന്ത് വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത് എന്നാണ് ചോദ്യം. 50 ആൻസർ ഡി ആണ്. ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനം. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ്? ഏത് ലോഹമാണ് ഏറ്റവും മലിനമായത്? ഏതാണ്? ലെഡ് അല്ലെ. ലെഡിന്റെ അംശം ഡൽഹിയിലൊക്കെ കണ്ടിട്ടില്ലേ. അവനി ലഖേര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? അവനി ലഖേര. 52 എ ആണ്. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗം. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് അംശി നാരായണപിള്ള. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേര് എന്താണ്? 54 സി ആണ്. കേളികൊട്ടാണ് ആദ്യത്തെ ചടങ്ങ്. പി കേശവദേവ് രചിച്ച ഒലിക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? 55 എ പുന്നപ്ര വയലാർ സമരം. വാ കുരുവി വരു കുരുവി വാഴക്കെ മേലിരി കുരുവി. ഈ പ്രസിദ്ധമായ വരികൾ ആരുടേതാണ്? ഇതെന്താണ്? ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം അതായത് സീഡ് ഫാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 57 ആൻസർ ഡി ആണ്. ആലുവ താലൂക്കിലെ തുരുത്തിലാണ്. ആലുവ താലൂക്കിലെ തുരുത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം അതായത് സീഡ് ഫാം സ്ഥിതി ചെയ്യുന്നത്.
ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് 58B ആണ്. പത്രങ്ങളിലൊക്കെ ഇന്ന് ന്യൂസ് ഉണ്ടായിരുന്നു അല്ലെ. ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ, അത് IT വിഭാഗം വരുന്നതാണ്. 3 മാർക്കിനുണ്ടല്ലോ ITക്ക്. ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്ര ഭാഷകളിലേക്ക് മാറ്റുന്നതിന് ഏതാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. 59ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ, പ്രോട്ടോകോളിലൊക്കെ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ എന്താണ്? 60ാമത്തെ ആൻസർ B ആണ്, ഗേറ്റ് വേ. ഗേറ്റ് വേ ഇത് ഞാനിങ്ങനെ അറിയാം, എനിക്കിപ്പോൾ ഈ റൂട്ട്, നമുക്ക് ഈ ഭാഗം ഭയങ്കര കൺഫ്യൂഷൻ അല്ലേ. ചിലവർക്കൊക്കെ എളുപ്പമായിരിക്കും. റൂട്ടർ, ബ്രിഡ്ജ്, സ്വിച്ച്, ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഇവിടെ നിന്നൊക്കെ പഠിക്കുമ്പോൾ എളുപ്പമാവും. എക്സാം ഹാളിൽ പോകുമ്പോൾ റൂട്ടറും ബ്രിഡ്ജ് ഏതാണെന്നുള്ളത് ആകെ കൺഫ്യൂഷൻ ആവും. ഞാനിത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഈ പ്രോട്ടോകോൾ അല്ലേ ഇവിടെ പറയുന്നത്. പ്രോട്ടോകോള് ഒരു നിയമമാണ് അല്ലേ. ഒരു പ്രോട്ടോകോൾ പറയുമ്പോൾ ഒരു നിയമമാണ് അല്ലേ. നമ്മൾ ഇവിടെ റെയിൽവേ ഗേറ്റ് കിടക്കുമ്പോൾ അവിടെ നിയമമില്ല. ഗേറ്റ് റെയിൽവേ ഇത് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഗേറ്റ് അടയ്ക്കും അല്ലേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ. അവിടെ സൈറൺ മുഴങ്ങുന്ന സമയത്ത് നമ്മളവിടെ വണ്ടി നിർത്തിയിരിക്കണം അല്ലേ. ഗേറ്റ് വേ, ഒരു ഏതാണ് റെയിൽവേ ഗേറ്റ് കിടക്കുന്ന സമയത്ത് കുറച്ച് പ്രോട്ടോകോൾ ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചു വെക്കുക കേട്ടോ. റെയിൽവേ ഗേറ്റ് കിടക്കുന്ന സമയത്ത് കുറച്ച് പ്രോട്ടോകോളുകൾ ഉണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ പ്രോട്ടോകോൾ എന്ന് കാണുമ്പോൾ ഏത് കൊടുക്കുക? ഗേറ്റ് വേ എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് എന്ത് ചെയ്താൽ മതി? ഒരു ക്ലൂ ഇട്ട് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് വേറെ പ്രോട്ടോകോൾ എല്ലാന്ന് വന്ന് കണ്ടാൽ നമുക്ക് ഗേറ്റ് വേ എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കി വിടാലോ. അങ്ങനെ വേറെ അങ്ങനെ എത്താൻ കഴിയും. പിന്നെ ബ്രിഡ്ജിനും അതുപോലെ ഉണ്ട് കേട്ടോ. ഞാനൊരു കണക്ഷൻ വെച്ചിട്ടുണ്ട് ബ്രിഡ്ജിനും. ഒരു പാലും അല്ലേ. ബ്രിഡ്ജ് പറയുമ്പോൾ പാലും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ. നമ്മൾ പാലം പറയുമ്പോൾ അങ്ങോട്ട് മാത്രമാണ് പോകുക അല്ലെ, അവിടെ നിന്ന് ഇങ്ങോട്ടും വരും അല്ലേ. അങ്ങനെ ഒരു കണക്ഷൻ ബ്രിഡ്ജിലും വരുന്നുണ്ട്. ഓക്കെ, അത് പറഞ്ഞുതരാം കേട്ടോ, ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇപ്പൊ ഗേറ്റ് വേ ഓർമ്മ വെക്കണം കേട്ടോ. ഗേറ്റ് വേ എന്താണ്? പ്രോട്ടോകോൾ. ഒരു ഗേറ്റ് കടക്കാൻ ഒരുപാട് പ്രോട്ടോകോൾ ഉണ്ട്. ഡക്ക് ഡക്ക് ഗോ എന്നത് എന്താണ്? 61ാമത്തെ D ആണ്. ഒരു സെർച്ച് എഞ്ചിൻ ആണ് ഡക്ക് ഡക്ക് ഗോ. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ്. ഒരു ഇമെയിൽ ഉപഭോക്താക്കളുടെ നമ്മൾ ഇമെയിൽ എടുത്ത് നോക്കി അതിൽ കുറച്ച് സ്പാം പറഞ്ഞിട്ട് മെസ്സേജുകൾ കുറേ കിടക്കുന്നുണ്ടാവും അല്ലെ. സ്പാം പറഞ്ഞിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിൽ തുറന്നു നോക്കുമ്പോൾ കുറേ മെസ്സേജ് ഉണ്ടാവും. അത് നമ്മുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് മെസ്സേജ് വരുന്നത്? ഇല്ല അല്ലെ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം ഏതാണ്? കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഉപകരണം, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് ഏത്? 63ാമത്തെ ആൻസർ C, സ്കാനർ ആണ്. അറിയാനുള്ള അവകാശ നിയമം 2005ന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 64ാമത്തെ ആൻസർ B ആണ്. 1, 2, 4 ആണ്. എന്താണ് അറിയാനുള്ള അവകാശ നിയമം? വിവരാവകാശ നിയമം 2005ന്റെ കാര്യമാണ് പറയുന്നത്. 1, 2, 4 എന്താണ്? ശരിയായിട്ടുള്ളതാണ്. 1, 2, 4 ശരിയായിട്ടുള്ളതാണ്. പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും എന്ത് ചെയ്യണം? കൊണ്ടുവരണം അല്ലെ, വർദ്ധിപ്പിക്കണം. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം. ഓക്കെ ആണല്ലോ. 4 ഇതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അറിയാനുള്ള അവകാശ നിയമം 2005 അത് നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. അടുത്തത് 65ാമത്തെ നോക്കിയേ. തത്വം. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സും വൈയും വരുമ്പോലെ അവിടെ കിടന്നൊരു നമ്മളൊരു കളിയാണല്ലേ എക്സാം ഹാളില്. ഞാനൊക്കെ ഇങ്ങനെ അന്തം, എവിടെ എക്സ് എവിടെ വൈ, എന്നിട്ട് നമ്മളൊരു റൈറ്റ് സൈഡ് പോയിട്ട് എക്സ് കൊടുക്കും, വൈ കൊടുക്കും, ഇവിടെ ചെയ്യും, ലാസ്റ്റ് വീടെത്തുമ്പോഴേക്ക് ആൻസർ വേറെ ആകും അല്ലേ. ഈ ക്വസ്റ്റ്യന് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? അത് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മാത്രം. കാരണം ചിലപ്പോൾ ഇതൊരു 35ാമത്തെയോ 36ാമത്തെയോ ക്വസ്റ്റ്യൻ ആയിട്ട്, ഇതിപ്പോൾ 65 വന്നു, 35, 36 ആയിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ വരും. ഇത് നമ്മളിങ്ങനെ ഇവിടെ എക്സും വൈയും ഒക്കെ ചെയ്ത് സമയം പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ 35, 36 ശേഷമുള്ളതൊക്കെ ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കാരണം അവിടെയൊക്കെ മാർക്ക് നമ്മൾ എന്താണ്, ഇപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻ ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു മാർക്ക് നമുക്ക് ആഡ് ചെയ്ത് പോവാണ്. പക്ഷേ ഇതിങ്ങനെ ഇവിടെ ഈ എക്സും വൈയും ചെയ്യാനിരിക്കുമ്പോൾ ഇത്രയും മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ സമയം അതിനുള്ളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഇതിനുള്ളത് എന്നിട്ട് റൗണ്ട് ഇട്ട് നമ്മൾ വേറെയും ചിലപ്പോൾ അറിയാത്ത പിന്നെ നോക്കാൻ പറ്റുന്നുണ്ടാവും. ഇത് നമുക്ക് ലാസ്റ്റ് അപ്പൊ തന്നെ എന്ത് ചെയ്യുക? ഇങ്ങനെ ലാസ്റ്റ് എന്നൊന്നും എഴുതണ്ട, അങ്ങനെ ഒരു എല്ലൊന്നും കൊണ്ട് കൊടുത്തു വെച്ചാൽ മതിയിട്ട് വേഗം കൊണ്ട് എല്ലെന്ന് കൊടുക്കുക, വേഗം അടുത്തേക്ക് പോകുക കേട്ടോ. കാരണം ഇത്രയും ഒന്നുള്ള മാർക്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ എക്സും വൈയും വന്ന. അപ്പൊ അത് എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 65ാമത്തെ ഇവിടെ ആൻസർ A ആണ് കേട്ടോ.
നിർമ്മാതാവിനും വൈക്കും നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ട്. ഒന്ന് ഒഴിവ് കിട്ടുമ്പോൾ ഇരുന്നൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. താഴെ കൊടുത്തിട്ടുള്ള ഏത് മൗലിക അവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഏതിലാണ്? മഹാത്മാഗാന്ധിക്ക് ജയ് എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം മുഴക്കിയതിൽ 66ാമത്തെ ബി ആണ് തുല്യതയ്ക്കുള്ള അവകാശം. 67ാമത്തെ ആൻസർ വരുന്നത് എ ആണ് കേട്ടോ. എയും 6ഉം ശരിയാണ്. 6 എയുടെ ശരിയായ വിശദീകരണമാണ്. പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിന്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ്. അതായത് ഇപ്പൊ ഞാൻ ഒരു പരാതി കൊടുക്കുകയാണ്, നിയമപ്രകാരം എനിക്ക് ഇവിടെ സ്വത്തിന് അവകാശമുണ്ട്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യുന്നില്ല, സ്വത്ത് തീർന്നില്ല എങ്കിൽ ഞാൻ പരാതി കൊടുത്തിട്ടും സ്വത്തിന്റെ ഓഹരി അവർ നിഷേധിക്കുകയാണെങ്കിൽ അതിനെ അവർക്കെതിരെ എന്ത് പറയും? അവർ ഗാർഹിക പീഡനത്തിന് അവർക്കെതിരെ കുറ്റം ചുമത്തും. ഇനി അടുത്തത് എന്താണ്? പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകാരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിന്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാക്കുന്നത് തടയുക, പരാതിക്കാരിയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനമാണ്. ഇതെല്ലാം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളല്ലേ? സ്വത്ത്, സ്ത്രീധനം, ജീവനാംശം അല്ലെ, വീടിന്റെ വാടക, പിന്നെ പരാതിക്കാരുടെ സ്വത്തുകൾ, ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ രണ്ടും ശരിയാണ് അല്ലെ? അപ്പൊ ഇവിടെ എയും 6ഉം ശരിയാണ്. 6 എയുടെ വിശദീകരണവുമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 68ാമത്തത് ബി ആണ്. 1 തെറ്റാണ്, 2 ശരിയാണ്. 1 തെറ്റ് പറയുന്നത് എന്താണ്? കുട്ടികൾക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും. എല്ലാ കുറ്റകൃത്യങ്ങളും വരുന്നില്ല. ഏതാണ്? നമുക്കറിയില്ല, സെക്ഷുവലി അല്ലേ? അതാണ് പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. കുട്ടികൾക്ക് എതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. ശരിയാണ് കേട്ടോ. അത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. മനുഷ്യാവകാശങ്ങളെ കുറിച്ചിട്ടുള്ള പൊതുപ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്രസഭയുടെ യുഎൻഒയുടെ പൊതുസഭ പാസ്സാക്കിയിട്ട് അംഗീകരിച്ചത് എന്നാണ്? 70ാമത്തെ ബി ആണ് അല്ലെ? എപ്പോഴാണ്? 1948 ഡിസംബർ മാസം 10-ാം തീയതി. ഓക്കെ ആണല്ലോ? അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഉപകാരമാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം വർക്ക്ഔട്ട് ചെയ്യണം. എന്നിട്ട് വീഡിയോ ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്വയം ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. എന്നിട്ട് മാത്രം വീഡിയോ ഓൺ ആക്കിയിട്ട് ക്ലാസ് കാണുക. അല്ലാതിരുന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എന്നുള്ളത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഞാൻ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ എന്താ ചെയ്യുക? അവനവന്റെ മനസാക്ഷിയെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇന്നിപ്പോ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടി, ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഞായറാഴ്ച ആകുമ്പോൾ അതൊക്കെ ഫുള്ള് വീണ്ടും ഒന്നും കൂടി റിവിഷൻ ചെയ്യണം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തു പോകണം. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കാരണം ഒരു ഓഡിയോ വഴിയെങ്കിലും, അതായത് ഇപ്പൊ ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു 10 നമുക്ക് എന്താണ് കറണ്ട് അഫെയർ ഒരു ഓഡിയോ രൂപത്തിലെങ്കിലും തരണമെന്നൊരു ആഗ്രഹമുണ്ട്. നമുക്ക് ഡെയിലി ഒരു 10 നമുക്ക് വാരി വലിച്ചിട്ട് കറണ്ട് അഫെയർ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്കറിയും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണ്, എക്സാം എഴുതിയിട്ട് പരിശീലിച്ച് ഉള്ള ആൾക്കാരാണ്. ഞാനൊന്നും പുതിയ ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയും ഏകദേശം ഒരു കറണ്ട് അഫെയർ എങ്ങനെ വരും, ഏതൊക്കെ മേഖലകൾക്കാണ് ഇമ്പോർട്ടൻറ്റ്, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അറിയാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒരു 10 ഒരു 20 തരാനും ഞാൻ തയ്യാറാണ്. ഒരു ഓഡിയോ ക്ലിപ്പ് വഴി തരാം. ഒരു ഓഡിയോ ഇട്ടിട്ട് വ്യക്തമായിട്ട് സ്പീഡ് പറഞ്ഞു പോകില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ അത് ഓണാക്കിയിട്ട് ഇങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ കേട്ടിരിക്കുക. ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം റിപ്പീറ്റേഷനും ചെയ്യാം. അങ്ങനെ ഒരു 15 20 ക്വസ്റ്റ്യൻ ഡെയിലി നമുക്ക് എന്ത് ചെയ്യാം? ഒരു കറണ്ട് അഫെയർ വെച്ചിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് ഒപ്പം എന്ത് ചെയ്യുക? കറണ്ട് അഫെയർ പഠിച്ചിട്ട് പോകാം. അപ്പോഴേക്കും നമുക്കൊരു 6 മാസം എക്സാം ഉണ്ട്. ഡെയിലി ഒരു 20 ക്വസ്റ്റ്യൻ ഞാൻ തരാം, ഓഡിയോ തരാം. ഒരു ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം റിപ്പീറ്റേഷനും തരാം. അതിനും ഞാൻ റെഡിയാണ്. ഒരു 20 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നമ്മൾ 6 മാസത്തിന് എത്ര ക്വസ്റ്റ്യൻ ആയി നോക്കിക്കേ? 60. ഓക്കെ, നിങ്ങളൊന്ന് കണക്കാക്കി നോക്കിയേ. 6 മാസത്തിന് നമുക്ക് ഒരു ഡെയിലി ഒരു മാസത്തിൽ 30 ദിവസത്തിൽ നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആയി? 600
ക്വസ്റ്റ്യൻ ആയി ഒരു മാസത്തിൽ തന്നെ. എങ്കിൽ 6 മാസം ആകുമ്പോഴേക്കും എത്രയായി? 3600 GK നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുക, അതിൽ ജോയിൻ ചെയ്യുക. ടൈം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, ജനുവരി ഇത്രയും ഡേറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് ഡെയിലി നമുക്കൊരു 20 കറണ്ട് അഫെയർ വെച്ചിട്ട് പഠിച്ചു പോകാൻ തയ്യാറുള്ളവർ മാത്രം എന്ത് ചെയ്യുക? ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 17 നമ്മൾ പുതിയ ഗ്രൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, പുതിയ ടെലിഗ്രാം ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു 20 ഓഡിയോ ക്ലിപ്പ് വഴി ഞാൻ ഡെയിലി ഇടാം. അപ്പോൾ നിങ്ങൾ പഠിക്കും, ഞാനും പഠിക്കും. ഓക്കെ ആണല്ലോ? എന്നിട്ട് താഴെ ഒന്ന് ഇങ്ങനത്തെ GK കറണ്ട് അഫെയർ വേണമെന്ന് നിങ്ങൾ ടെലിഗ്രാമിൽ ഒന്ന് ഒരു കമൻറ്റ് നമ്മൾ സിമ്പിൾ തരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കേരളം ഭരണ സംവിധാനം ക്ലാസ് ചെയ്തു വരുന്നുണ്ട്. അതിൽ ഇനിയിപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, തൊഴിൽ, ജോലി അതൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇനി കുറച്ച് സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന സംരക്ഷണം ആ ടോപ്പിക് ഉണ്ടല്ലോ, അത് ചെയ്ത് കഴിയാനായിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും അത് ലെങ്തി വീഡിയോ ആണ് കേട്ടോ. കാരണം അതിൽ അത്ര പഠിക്കാനുണ്ട്. ഓരോരോ പദ്ധതികൾ സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയൊക്കെ കൊടുക്കുന്നിട്ടുള്ള കേന്ദ്രത്തിലെയും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ പദ്ധതികൾ ആകെ ലെവലാണ്. അപ്പോൾ അതൊക്കെ ടൈപ്പ് ചെയ്ത് എത്തുമ്പോഴേക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇടണം, അത് ചെയ്യണം, എനിക്ക് പഠിക്കണം, ഒക്കെ എല്ലാം കൂടി ആകുമ്പോഴേക്കും എത്താത്തതുകൊണ്ടാണ്. അതിൽ ഒരു 80% നമ്മൾ ക്ലാസ് ആയിട്ടുണ്ട്. ബാക്കി ഒരു 20% കൂടി അതിൽ ടൈപ്പ് ചെയ്ത് കേട്ടാണ്ട് അത് കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടിയിട്ടൊന്ന് ഇനേബിൾ ചെയ്തിടാം. തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.